ഡിയർ മദേഴ്സ്, നിങ്ങൾ അടിപൊളിയാണ്. എസ്പെഷ്യലി ന്യൂ മദേഴ്സിനോടാണ്. ബേബി വന്നതിന് ശേഷം എല്ലാവരും പറയും ദിസ് ഈസ് ദ ഹാപ്പിയസ്റ്റ് ഫേസ്. അതെ, ഇത് വളരെ മനോഹരമായ നിമിഷങ്ങൾ തന്നെയാണ്. എന്നാലും റിയാലിറ്റി കൺഫ്യൂസിംഗ് ആയിരിക്കാം, ടയറിംഗ് ആയിരിക്കാം, ഇമോഷണൽ ആയിരിക്കാം. ചില ടൈമിൽ നിങ്ങൾ കേൾക്കും ഇതൊക്കെ നോർമൽ ആണ്, ഞങ്ങളും ഇതിൽ കൂടെയൊക്കെ കടന്നുപോയവരാണ്. ബട്ട് ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, യുവർ ഫീലിംഗ്സ് ആർ വാലിഡ്. റിക്കവറി ഫിസിക്കലി ആൻഡ് മെന്റലി ടേക്സ് ടൈം. ഈച്ച് മദർ ഈസ് ഡിഫറെന്റ്. ഒരു കാര്യം ഓർക്കണം, ഇതൊരു ടെമ്പററി ഫേസ് മാത്രമാണ്. എങ്ങനെ മദർഹുഡ് ആൻഡ് വർക്ക് ലൈഫ് ഇത്ര ഹാപ്പി ആയിട്ട് പോകുന്നു? എനിക്ക് പറ്റുന്നില്ല, ആഗ്രഹമുണ്ട് എന്ന് വന്ന ചോദ്യത്തിനുള്ള ആൻസർ ആണ് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഹാപ്പി മദേഴ്സ് അവരുടെ ലൈഫ് ഓൾവേസ് ഹാപ്പി ആണ് എന്ന് തോന്നാം. റിയാലിറ്റി നമ്മൾ കാണുന്നത് ഹൈലൈറ്റ് മൊമെന്റ്സ് മാത്രമാണ്. ബിഹൈൻഡ് ദാറ്റ് ഓൾസോ റിയൽ സ്ട്രഗിൾ, ടയർഡ് ഡേയ്സ്, വർക്ക് പ്രഷർ ആൻഡ് സൈലന്റ് ബാറ്റിൽസ് ഉണ്ടായിരിക്കാം. സോ ഡോണ്ട് കമ്പയർ യുവർ റിയൽ ലൈഫ് ടു ഹൈലൈറ്റ് റീൽസ്. അതേപോലെ എബ്രോഡ് മദേഴ്സ് ലൈഫ് ഓൾവേസ് കംഫർട്ടബിൾ ആണെന്ന് തോന്നാം. എവറി പ്ലേസ് ഹാസ് ഇറ്റ്സ് ഓൺ ചലഞ്ചസ്. എബ്രോഡ് ആയാലും കേരളമായാലും ലോകത്ത് എവിടെയായാലും മദർഹുഡ് ഈസ് മദർഹുഡ്. ഫീലിംഗ്സ് ആർ യൂണിവേഴ്സൽ. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ഫേസിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യുക എന്നാണ്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യുക. നിങ്ങളെ ഹീലാക്കുന്നത് എന്താണോ അതിനായിട്ട് ടൈം കണ്ടെത്തുക. സെൽഫ് കെയർ ഈസ് നോട്ട് സെൽഫിഷ്. ഈ ഒരു ഫേസ് കഴിഞ്ഞാൽ സ്ലോലി ലൈഫ് നോർമൽ ആവും. നിങ്ങളുടെ റൊട്ടീനൊക്കെ സെറ്റ് ആവും. നിങ്ങൾ തന്നെ നിങ്ങളെ മറന്നു പോയിട്ടില്ല എന്ന് റിയലൈസ് ചെയ്യും. ഒരു കാര്യം കൂടി ഓർക്കണം, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലും ബേബി വളർന്നാലും ലൈഫ് സ്റ്റേജ് മാറിയാലും ചില ആൾക്കാർ കമന്റ്സ് പറയും. ബട്ട് അത് എല്ലാം മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ പീസാണ്. ചൂസ് സെൽഫ് കെയർ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.